ഹലോ ഫ്രണ്ട്സ്, കയറി വാ മക്കളെ, കയറി വാ. അപ്പോൾ ഇന്ന് നമ്മളൊരു പുതിയ വീഡിയോ ചെയ്യാണ്. വീഡിയോ ചെയ്യാന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മൾ ഡെയിലി ലൈഫിൽ നടക്കുന്ന കാര്യങ്ങൾ. ഡെയിലി ലൈഫിൽ എന്താ നടക്കുന്ന, ഞായറാഴ്ച രാവിലെ ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വ്യാഴാഴ്ച വൈകുന്നേരം വരെ ഷിഫ്റ്റ്. അത് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഷിഫ്റ്റ് അല്ല. രാവിലെ വ്യാഴാഴ്ച മോർണിംഗ് 6 o'clock ഷിഫ്റ്റ് സ്റ്റാർട്ട് ചെയ്യും. 2 മണിക്ക് 2 o'clock ഫിനിഷ്. ഒരു 8 മണിക്കൂറിൻ്റെ ഷിഫ്റ്റാണ് എനിക്കുള്ളത്. അപ്പോൾ ഞായറാഴ്ച രാവിലെയാണ് നമ്മൾ ഇതിനിറങ്ങിക്കഴിഞ്ഞാൽ വെള്ളിയാഴ്ച വരുമ്പോൾ സ്കൂൾ ഇങ്ങനെ കുട്ടികൾ നമ്മൾ ചെറുപ്പത്തിൽ സ്കൂൾക്ക് പോയ ഫീലിംഗ് ആണ്. അപ്പോൾ സ്കൂളൊന്ന് ലീവായി കിട്ടണേ 2 ദിവസം. അതുപോലെയാണ് വ്യാഴാഴ്ച ആയി കിട്ടണേ 2 ദിവസം ലീവ് കിട്ടാൻ വേണ്ടിയിട്ട് തണുപ്പത്ത് ഇങ്ങനെ പണിക്ക് പോകണത് ഒരു സുഖമല്ല. അപ്പോൾ ഞാൻ പണിക്ക് പോകാൻ വേണ്ടി മാറ്റിയതാണ്. എൻ്റെ ഒരു അവസ്ഥയൊക്കെയാണ് ഒരു കോട്ട് ഇതിൻ്റെ ഉള്ളിൽ അത് ലോക്കായ ഈ കോട്ട് ഈ ഒരു കോട്ട്, അതിൻ്റെ ഉള്ളിൽ വേറൊരു കോട്ട്, അതിൻ്റെ ഉള്ളിൽ ഒരു ടീഷർട്ട്, അതിൻ്റെ ഉള്ളിൽ വേറൊരു ടീഷർട്ട്. അപ്പം എത്ര ഉണ്ട്? 1 2 3 4 5 ഒന്നുകൊണ്ടല്ല, തണുപ്പ് കൊണ്ടാണ്, അല്ലാതെ ഒന്നും തോന്നരുത്. ഇതൊക്കെ ഇട്ടിട്ട് വേണം. ഇവിടെ ഞാൻ പോകുന്നത് സൈക്കിളിലാണ്, അതുകൊണ്ട് അത്യാവശ്യം നന്നായിട്ട് തണുക്കും. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് എൻ്റെ ഡ്രസ്സിങ്. പിന്നെ അതേമാതിരി പാൻറ്റും അതുപോലെ തന്നെയാണ് അല്ലേ. ഒരു പാൻറ് ഉണ്ട്, അതിൻ്റെ ഉള്ളിൽ വേറെ പാൻറ്, 2 പാൻറ്റും ഇടും. 2 പാൻറ്റും 5 കുപ്പായിട്ടിട ഞാൻ പോക്ക് സൈക്കിളിൽ. അപ്പോൾ ഇന്ന് ഞാൻ കാണിച്ചു തന്നത് എൻ്റെ കമ്പനിക്ക് പോകുന്നത്. കമ്പനിയുടെ ഉള്ളിൽ കാണാൻ പറ്റില്ല, അപ്പോൾ കമ്പനിയുടെ പരിസരത്തെ പോണ വഴിയും കാര്യങ്ങളും ഒക്കെ കാണിച്ചു തരാം. ഇരുട്ടാണ്. രാവിലെ ഇവിടെ 4 മണി 4:30 ആയിട്ടുള്ളൂ. മോർണിംഗിൽ 8 മണിയാകുമ്പോഴേക്കാൾ ഇവിടെ സൂര്യൻ ഉദിക്കുക. വൈകുന്നേരം 4 മണിയാകുമ്പോഴേക്ക് സൂര്യൻ്റെ വാട്ട് നോക്കി അവർ പോകും ചെയ്യും. ഇരുട്ടുമാവും. ചുരുങ്ങിയ സമയമുള്ള നമുക്ക് വെളിച്ചം. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ ഡെയിലി ലൈഫ്. ഇന്ന് നമ്മുടെ ടീമിൻ്റെ കളിയുണ്ട്, നമ്മുടെ ക്രിക്കറ്റ് ടീമിൻ്റെ കളിയുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും, കമ്പനി പോയി ജോലിക്ക് ചെയ്യുന്ന നല്ല കുട്ടിയായിട്ട് കഴിഞ്ഞിട്ട് 3 മണിക്കാണ് കളിയുള്ളത്. നേരെ നമ്മൾ കളി സ്ഥലത്ത് പോകും. ഓക്കെ, അപ്പോൾ കാണാം. അപ്പോൾ നമ്മൾ പിന്നാണ് തുടരും ഇന്നത്തെ കാര്യങ്ങളൊക്കെ കണ്ടു. അപ്പോൾ ഞാൻ ഈ സൈക്കിളിലാണ് ഡെയിലി പോക്ക്, ഇലക്ട്രിക്കൽ സൈക്കിളാണ്. അപ്പോൾ നമുക്ക് തണുപ്പ് അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു പ്രൊട്ടക്ഷനായിട്ട് ഞാൻ ഇത് വെച്ചിട്ടുണ്ട്. പിന്നെ ഗ്ലൗ ഇടും, ഗ്ലൗവിൻ്റെ പുറമെ ഇത് വെക്കും. അതുകൊണ്ട് നമുക്ക് തണുപ്പ് അത്യാവശ്യം നല്ലൊരു ആശ്വാസമാണ് ഇതിൽ ഉള്ളത്. അപ്പോൾ സൈക്കിളിലാണ് നമ്മൾ പോകുക. എൻ്റെ ഒരു സൈക്കിളിൻ്റെ ഒരു അനുഭവം ഇവിടെ വേറെ ഉണ്ട്, അത് ഞാൻ വേറൊരു വ്ളോഗിൽ പറഞ്ഞുതരാം. ഞാൻ 2ാമത്തെ സൈക്കിളാണ് ഇത് എടുത്തിട്ടുള്ളത്. എൻ്റെ ഫസ്റ്റ് സൈക്കിളിൻ്റെ അനുഭവം ഞാൻ എന്തായാലും വേറൊരു വ്ളോഗിൽ പറഞ്ഞു. പിന്നെ ഞാനിവിടെ ഇറങ്ങി അല്ലേ, രാവിലെ ഇവിടെ 4 മണിയാണ്, ഏകദേശം ഇരുട്ടാണ്. 4-4:30 മണി. അപ്പോൾ ഇരുട്ടത്താണ് ഞാൻ പോവാറ്. അപ്പോൾ ഞാൻ ഹെൽമെറ്റൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് പോവാണ്. കൂടുതലായിട്ട് ഈ ഇരുട്ടത്ത് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. 5 കമ്പനിയിൽ എത്തിയിട്ട് 5:45 ഞാനിവിടെ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ 5:53 ഇപ്പോൾ സൈക്കിൾ ഇവിടെ ലോക്കൊക്കെ ചെയ്ത് സെറ്റ് ചെയ്ത്, ഇതാണ് നമ്മളെ കമ്പനി. നല്ല മഴയാണ് ഇപ്പോൾ ഇവിടെ. അപ്പോൾ 6 മണിക്കാണ് എനിക്ക് ഷിഫ്റ്റ് ഉള്ളത്. ഇതാണ് നമ്മുടെ GXO ഡ്രസ്സിൻ്റെ വെയർ ഹൗസാണ്. അപ്പോൾ ഇവിടെ ഞാൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലോട്ട് നമുക്ക് ഫോൺ അലൗഡ് അല്ല. ആ കാണുന്നത് ആമസോണാണ്. അന്ന് നമ്മുടെ ഇതുവരെയുള്ള പരിപാടി. അപ്പം ഞാൻ 6 മണി ഷിഫ്റ്റ് കയറി 2 മണിക്ക് ഷിഫ്റ്റ് കഴിഞ്ഞ് ഇറങ്ങിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമുക്ക് ക്രിക്കറ്റ് കളിക്കുന്ന സ്ഥലത്തോട്ട് പോവാം. ഓക്കെ, അപ്പോൾ ഞാൻ ഉള്ളിലോട്ട് കയറുകയാണ്. അങ്ങനെ 10:30 മണിക്ക് ഞാൻ ബ്രേക്കിനിറങ്ങി. ഇന്ന് കഴിക്കാൻ ഞാൻ കൊടുന്നിട്ടുള്ളതായി ഒരു പഴം, ഒരു ആപ്പിള്, പിന്നെ 2 പീച്ച്, എന്തൊക്കെ പേര്. ഇതിൻ്റെ പേര് എനിക്ക് സത്യത്തിൽ അറിയില്ല. ഈ 2 സാധനങ്ങളും നമ്മുടെ നാട്ടിലുള്ള പേരക്കിടക്കന്മാരില്ലേ, ഇതാണ് ഞാൻ കൂടുന്നത്. പഴം കഴിച്ചു. പക്ഷേ ഞാൻ തടിയൊക്കെ നന്നായിട്ട് കൂടി, വെയിറ്റൊക്കെ കൂടുന്നതുകൊണ്ട് ഫുഡൊക്കെ ഒന്ന് കുറയ്ക്കാന്നുള്ള പ്ലാനിലായിരുന്നു. പക്ഷേ ഒരു തെറ്റായ തീരുമാനമാണെന്ന് എനിക്കിപ്പോൾ തോന്നി. ഫുഡ് എന്തായാലും മസ്റ്റാണ്, അല്ലെങ്കിൽ ആകെ തളർന്നു പോകും. അപ്പോൾ ബ്രേക്കിലാണ്. ബ്രേക്ക് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്തതായി ഇനി ഒരു 3 മണിക്കൂർ ഓടിയുണ്ട് നമുക്ക് വർക്ക്. അങ്ങനെ 2 മണിയായപ്പോൾ നമ്മുടെ ഷിഫ്റ്റ് കഴിഞ്ഞ് നമ്മൾ പുറത്തോട്ടിറങ്ങി. ഷിഫ്റ്റ് കഴിഞ്ഞ് പുറത്തിറങ്ങി 2 മണിയാണ് ഇപ്പോൾ സമയം. ഇനി നമ്മൾ നേരെ പിടിക്കുന്നത് മറ്റേ ഇവിടെ പോകണമെന്നൊക്കെ കരുതിയിരുന്നു, ക്രിക്കറ്റ് കളിക്കണോട്. പക്ഷെ ചെറുതായിട്ടൊരു തലവേദനയുള്ളത് കൊണ്ട് ഒന്ന് സ്കിപ്പ് ചെയ്യാമെന്ന് ചിന്തിച്ചു. അപ്പോൾ നെക്സ്റ്റ് ഡേ നമുക്ക് എന്ത് ചെയ്യാം, ക്രിക്കറ്റ് ഗ്രൗണ്ടുമായിട്ട് ബന്ധപ്പെടാം. ഇന്ന് ക്രിക്കറ്റ് ഇല്ല.
ഓക്കെ, അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പിടിക്കാം. നല്ല കാറ്റുണ്ട്, നല്ല തണുപ്പുണ്ട്. അപ്പോൾ ഇങ്ങനെ ജോലി കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് സൈക്കിളിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ സൈക്കിൾ നല്ല കാറ്റുണ്ട്. സൈക്കിൾക്ക് ഒരു ട്രാക്ക്, സൈഡിൽ കൂടി ട്രാക്കാണ്. പിന്നെ നമ്മളിങ്ങനെ ജോലി കഴിഞ്ഞ് വീട്ടിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല കാറ്റുണ്ട്, തണുപ്പുണ്ട്. സൈഡിൽ ഇങ്ങനെ പോകാം. സൈക്കിളിനുള്ള ട്രാക്ക് ആയതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല. സൈഡിൽ അങ്ങനെ പോയി കഴിഞ്ഞാല് നല്ല വെയിലിന്റെ ഒരു ഇതൊക്കെ കാണുന്നുണ്ട്, പക്ഷെ വെയിലൊക്കെ തണുപ്പാണ്. സൈഡിൽ കൂടി ഇങ്ങനെ പോകാം നമുക്ക്. എനിക്ക് കമ്പനിയിൽ നിന്ന് 45 മിനിറ്റോളം ഉണ്ട് സൈക്കിളില്. നല്ല വലിയ സുഖരസമാണ് അങ്ങനെ പാടി ഇങ്ങനെ സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ കണ്ട്. സ്ഥലങ്ങൾ കാണാൻ പറയാം, ഇത് കാണുന്ന സ്ഥലങ്ങൾ തന്നെയാണ്, പക്ഷെ ഒരു രസമാണ്. തണുപ്പായതുകൊണ്ട് മാത്രം ഒരു ബുദ്ധിമുട്ടുള്ളൂ, ബാക്കിയൊക്കെ അടിപൊളിയാണ്. എന്തായാലും ഇവിടെ മരത്തിന്റെ ഇലകളൊക്കെ കണ്ടില്ലേ, കൊഴിഞ്ഞു പോയി. തണുപ്പായി കഴിഞ്ഞാൽ ഇലകളൊക്കെ കൊഴിഞ്ഞു പോകും. നമ്മുടെ നാട്ടില് വേനൽക്കാലം വന്നു കഴിഞ്ഞാൽ ഇലകളൊക്കെ കൊഴിഞ്ഞു പോകും. മഴക്കാലം വരുമ്പോ ഒക്കെ തണുത്ത് സെറ്റാവും. ഇവിടെ ഇപ്പൊ മഴയും തണുപ്പാണ്, പക്ഷെ ഇലകളൊക്കെ പോയി. ഇനി വിന്റർ ഒരു സമ്മർ വരുമ്പോഴാണ് ഇതൊക്കെ നന്നായിട്ട് ഇലയൊക്കെ വന്ന് സെറ്റ് ആവുക. ആദ്യം ഞാന് 2008-7 സമയത്ത് പ്ലേ സ്റ്റേഷന്റെ ഗെയിം കളിച്ചുകൊണ്ടിരുന്നു. പ്ലേ സ്റ്റേഷൻ 1, 2 ആ തോന്നുന്നുണ്ട്, എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. ആ സമയത്ത് നമ്മൾ ഈ കാർ റേസിങ്ങിന്റെ ഗെയിംസ് ഒക്കെ കളിക്കുമ്പോൾ അതിലിങ്ങനെ കാണും കാറുകളൊക്കെ റോഡ് സൈഡിൽ കൂടി ഇങ്ങനെ നിർത്തിയിട്ടുള്ളത്. നമുക്ക് അന്ന് അറിയില്ലായിരുന്നു ഇത് എന്താണെന്നുള്ളത്. UK വന്നപ്പോഴാണ് മനസ്സിലായത് ഇവിടെ കാറുകളൊക്കെ റോഡ് സൈഡിലാണ് നിർത്തിയിട്ട്. അപൂർവം ആളുകൾ മാത്രം ഉള്ളിലേക്ക് കയറ്റിടുക, അത് എല്ലായിടത്തും അങ്ങനെ സ്പേസ് ഉണ്ടായിക്കോണമെന്നില്ല. കൂടുതലും പുറത്താണ് വണ്ടികൾ ഇടുക. ഇവിടെ കണ്ടില്ലേ, ഫുള്ള് മരങ്ങളെ ഇല കൊഴിഞ്ഞ് മരം മൊട്ടയായി നിൽക്കണ്. വിന്റർ കഴിഞ്ഞ് സമ്മർ വരണം, അപ്പോൾ അതൊക്കെ തളുത്ത് പഴയ പോലെ ഫുള്ള് ആയിട്ട് നിൽക്കും. അപ്പം അങ്ങനെ ഞാൻ ഒക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി. ഇനി വീട്ടിൽ കയറിയിട്ട് ഫുഡ് കഴിക്കുക, റെസ്റ്റ് എടുക്കുക, അല്ലാതെ ഇനി എന്താണ്. സമയം 2:45 ഇനി നമുക്ക് അടുത്ത നേരങ്ങൾക്കുള്ള റെസ്റ്റ്. അങ്ങനെ വീട്ടിൽ കയറി നല്ല മോര് കറിയും വെജിറ്റബിൾസ് കൂട്ടാനും മാന്തൾ പൊരിച്ചത്. മാന്തളത് ഇത് മാന്തളോ ഇനിയോ ചോറിക്കണേ. അപ്പൊ സുഹൃത്തുക്കളെ, ഗേസ് നമ്മുടെ ചോറ് കഴിഞ്ഞു. നല്ല ഉണക്കമീനും മോര് കറിയും വെജിറ്റബിൾസും. അത് വേറെ തണുപ്പത്തത് കഴിക്കുമ്പോഴുണ്ട് കിട്ടൊരു ഫീല്, ആഹാ. അപ്പോൾ അത് കഴിഞ്ഞാൽ ഉടനെ ഇനി നമുക്ക് ചായക്ക് കടി എന്തെങ്കിലും വേണം. അപ്പോൾ ഞാൻ പപ്സ് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന സാധനം പപ്സിൻ്റെ ഒപ്പം നമ്മുടെ പഴം കൊണ്ട്, നമ്മുടെ നാട്ടിൽ റോബസ്റ്റ് പഴം പോലത്തെ പഴം ഇവിടെ കൂടുതൽ സുലഭമായിട്ട് കിട്ടുന്ന, അതിൻ്റെ പേര് സത്യത്തിൽ എനിക്കറിയില്ല. ആ ഒരു പഴം കൊണ്ട് ഒരു വെറൈറ്റി സാധനം ഉണ്ടാക്കുകയാണ് ചായക്കടിയായിട്ട്. ഓൾമോസ്റ്റ് ഒരു വട്ടം ഞാൻ പപ്സ് ഉണ്ടാക്കുന്ന വീഡിയോ ഉണ്ട്, അത് ഞാൻ എന്തായാലും പോസ്റ്റ് ചെയ്തോണ്ട്. അപ്പോൾ നമ്മൾ ഒന്നുകൂടി പപ്സ് ഉണ്ടാക്കാൻ പോവാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ പഴം. എനിക്കിതിൻ്റെ പേരല്ല, റോബസ്റ്റ് പഴം നാട്ടിലത്തെ. അപ്പോൾ അതുകൊണ്ട് തന്നെ സാധനം ഉണ്ടാക്കി കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഇതെടുത്ത് ഫസ്റ്റ് ഇതിലേക്ക് പോണതിൻ്റെ മുന്നേ ടേസ്റ്റ് ഉണ്ടോ നമുക്ക് നോക്കണ്ടേ. ഇത് ന്യൂട്രലാണ്, മാറ്റൊന്നുമില്ല. ഇങ്ങനെ നല്ല മസാല നമ്മൾ ഇതിലേക്ക് നിറച്ചിട്ടുണ്ട്. ഞാൻ ഓൾറെഡി പപ്സിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയാണ്. പപ്സിൻ്റെ വീഡിയോ നിങ്ങൾ എന്തായാലും പപ്സിൻ്റെ വീഡിയോ തന്നെ ഇടുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ പപ്സ് റെഡി ആയിട്ടുണ്ട് അല്ലേ, ഏകദേശം കളറൊക്കെ മാറി സെറ്റായി വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പപ്സ് ആണല്ലേ
ഇത് ഈ സാധനം ഉണ്ടാക്കിയത് കൊണ്ടാണ് നമുക്ക് ഈ പപ്സിന് കുറച്ച് കുറഞ്ഞു പോയി. അതുകൊണ്ടാണ് നമുക്ക് ഈ മുട്ടയൊക്കെ പുറത്ത് കാണുന്നത്. ഇതുപോലെ കൂടായിട്ട് വരാത്ത. എന്തായാലും നമ്മുടെ പരിപാടിക്ക് സൂപ്പറാണ്, അടിപൊളിയാണ്. ഞാൻ ഓൾറെഡി ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കി, ഒരു ബൈറ്റ് എടുത്തിട്ട് അങ്ങനെ ക്രീമും ഈ സാധനവും ന്യൂട്രലിയും ഇങ്ങനെ എടുത്തിട്ട്, ആഹാ കാണില്ലേ ന്യൂട്രലിൻ്റെ ക്രീം ഉള്ളിൽ അല്ലേ, സംഭവമൊക്കെ. ഞാൻ ഫസ്റ്റ് ഒരു പീസ് എടുത്ത് കഴിച്ചതായിരുന്നു, രണ്ടാമത്തെ പീസ് എടുത്തും കഴിച്ചു. ഒരു രക്ഷയില്ല, അടിപൊളി. ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയല. ചൂട് പപ്സ് അതങ്ങനെ കടിച്ച ചൂടൊക്കെ എന്നാലും നല്ല മുരുമുര പപ്സ് അല്ലേ. ശബ്ദം കേൾക്കണ്ടേ? അപ്പോ അതാണ് പപ്സ് ഉണ്ടാക്കി. ആ പഴം കൊണ്ടുള്ള ആ സാധനം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ പേരൊക്കെ അറിഞ്ഞൂടാ, ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തതാണ്. അപ്പം അടിപൊളിയായിട്ടുണ്ട്. അപ്പം ഇനി ഇന്നത്തെ ദിവസം കഴിഞ്ഞു, ഇനി കിടക്കട്ടെ, നാളെ പണിക്ക് വേണ്ടല്ലേ. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടൻ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവരോടും ബൈ.